ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എത്രത്തോളമാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. അവരുടെ ഒരു ഇമോഷൻസ് കൂടെ നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല മുഹൂർത്തങ്ങൾ, അതായത് നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആ ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ടേക്ക് കാണാൻ മാക്സിമം ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോറോ, അണ്ടർസ്റ്റാൻഡിങ്, മെച്യൂരിറ്റി, intensity, turning in, participation, slowing down, healing, possibilities, suppression, completion, traveling, creativity, projection, the miser, celebration, the source, inner voice. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ പറയട്ടെ, ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കുക തന്നെ വേണം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സന്റെയാണ്. അതായത് അവരുടെ എനർജി നിങ്ങളിലേക്ക് വളരെയധികം കണക്ട് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ലെവൽ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. സ്ലോയിങ് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പ് വളരെയധികം ഒരു അരിച്ചരിച്ച് നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പൂർണ്ണമായിട്ട് നിന്ന് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ പോയി തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയല്ല. എന്നാൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ആണ്. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടു പോകുന്നില്ല. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും. കാരണം നമ്മൾ റിലേഷൻഷിപ്പിന്റെ എനർജി എടുക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി കൂടെയാണ് നോക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ പറയുമ്പോൾ രണ്ടുപേരുടെ മനസ്സിലും ഇപ്പോഴും ഒരു വിങ്ങലോട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇതിനകത്ത് കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് പോലും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പെയിന്, അതുപോലെ നിങ്ങളുടെ വ്യക്തി നിരന്തരമായി നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആകെപ്പാടെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒരു ഒറ്റപ്പെടലും വേദനയും എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടേത്. വളരെയധികം ഒരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, കുടുംബം നോക്കുന്നുണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു നിഴലിച്ചു കിടക്കുന്ന വിഷാദം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ.
മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വേദനകളിലൂടെ തന്നെ പോവുകയാണ്. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ട് എന്താണ് കാര്യം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയും ഇവിടെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം വളരെയധികം ഒരു പ്രണയം, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കൊള്ളട്ടെ, അതുപോലെ മാനസികപരമായിട്ട് ജെനുവിൻ ആയിട്ടുള്ള അവരുടെ ആ ഒരു സ്നേഹം ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു ഡീപ് കണക്ഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അവരുടെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്നത്. ഇവരെന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്നവരല്ല. ഇവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിങ് ഇവിടെ തോന്നി തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം ഇന്നർ വോയിസ് അവരോട് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു ബന്ധത്തില് ഒരു മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ ഒരു രീതിയിൽ പോയാൽ പോരാ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ചെറിയ രീതിക്കുള്ള ചേഞ്ചസ് ഒക്കെ സംഭവിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് ഭയങ്കരമായിട്ട് ഇവരെ അലട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവരായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഓരോ ടൈമില് നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും ഡേ ടൈം ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇവർ നിങ്ങളെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇവർ എപ്പോഴൊക്കെയാണോ നിങ്ങളെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങളിലും അതിൻ്റെതായ എനർജി വേരിയേഷൻസ് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക, നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തന്നെ കൈവിട്ട് പോവുക, ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല, കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല. പെട്ടെന്ന് ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ കയറി വരും. ചില സമയത്ത് മനസ്സിൽ നിറച്ചൊരു ഭയങ്കരമായ ഒരു ഭാരം തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കും. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചിലപ്പോ ഈ ഒരു യൂണിവേഴ്സൽ സയൻസ് അതായത് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരുന്നെങ്കിലും ബട്ടർഫ്ലൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നിരന്തരമായി നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോവുകയാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചിലപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിച്ചിട്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം ഒരു വിഭാഗം ആളുകൾക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു ഇമോഷൻസ് പ്രതിഫലിക്കുന്നത്. ഇവിടെ എന്താണോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം പ്രൊജക്ഷൻ പോലെ നിങ്ങളുടെ വ്യക്തിയിലേക്കും ഇപ്പൊ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോ സ്നേഹത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വിരഹത്തിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇവരിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച പെയിൻ ഇവർ ഇതേപോലെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹവും അവർക്ക് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പെയിൻ മാത്രമല്ല ഇവിടെ പ്രൊജക്റ്റ് ആവുന്നത് എന്ന് വെച്ചാൽ ആ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് നിങ്ങളുടെ പെയിൻ മാത്രമല്ല നിങ്ങളുടെ സ്നേഹവും കൂടിയാണ്. കാരണം നിങ്ങൾ എത്രത്തോളം സ്നേഹം ഇവരിലേക്ക് കൊടുത്തിട്ടുണ്ടോ അത്രത്തോളം സ്നേഹം ഇവർക്കും നിങ്ങളിലേക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ചിലപ്പോൾ അവരതൊന്നും ഇമോഷൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല, ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല. ഇനി എക്സ്പ്രസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു ലിമിറ്റ് വിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നിങ്ങളുടെ അത്രയും ആയിരിക്കില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇമോഷൻസിനെ ഇവർക്ക് പോലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. വളരെയധികം ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ ബന്ധത്തില് ഇപ്പൊ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെറിയണം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബന്ധത്തിൽ ഒരു ടേണിംഗ് എന്ന് വെച്ചാൽ ഒരു വഴിമാറ്റം, ഇതുവരെ പോയിക്കൊണ്ടിരുന്ന വഴിയിലല്ലാതെ മറ്റൊരു വഴിയിലേക്ക് കടക്കേണ്ട സമയം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ തിരഞ്ഞെടുക്കേണ്ട സമയം ഇതാണ് എന്നുള്ളൊരു തോന്നല്, ആ ഒരു തോട്ട് ഇവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു ആലോചന സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പ് ആയിട്ട് നിങ്ങളെ കുറിച്ചാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്, അതുപോലെ മെച്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേഷൻ, കംപ്ലീഷൻ എല്ലാം നമുക്ക് ഒരേ മീനിങ്ങിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നിരന്തരമായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും സ്പ്രെഡ് കണക്ട് ആവുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു പെയിനിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരു രീതിക്കും മാറാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ചിന്തിക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് എത്തിക്കാണും. അവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരൊന്ന് സോറി പറഞ്ഞൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറായിട്ട് ഉള്ള ഒരു മനസ്സിലിരിക്കുന്നവരാണ്. പക്ഷെ അവര് നിങ്ങളെ മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ ആകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവര് ചെയ്തിരിക്കുന്ന തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളോട് അവര് ക്ഷമ നടത്താൻ തയ്യാറാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ വരവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
അവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു സമയത്ത് ഇവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാസ്റ്റ് ഉള്ള വ്യക്തികളാണ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായ ഒരു പെയിനിലൂടെ ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ കടന്നു വന്നിരിക്കുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു കെയറിങ് ആണെങ്കിലും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കതൊരു ഹീലിംഗ് ആയിരുന്നു. നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കാരണം ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പല പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകാനായിട്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, ഈഗോ ഉണ്ടായിരിക്കാം, അവരുടേതായ കാര്യങ്ങളിലേക്ക് സ്വാർത്ഥതാപൂർവ്വം അവർ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തകൾ വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വേദന വരുന്നത്. അതാണ് ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ. നിങ്ങളുടെ ആ ഒരു ചിന്തകളിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയോ എന്നുള്ളൊരു കാര്യം അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിരന്തരമായിട്ട് അവർ അലട്ടുകയാണ്. അലട്ടുന്നതിനോടൊപ്പം നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹം അതെല്ലാം അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. ഇവരുടേതായ കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യമൊക്കെ കൊടുക്കുന്നവരാണ്. എങ്കിൽ പോലും ഇവരുടെ ആ ഒരു ഈഗോ മാത്രമായിരിക്കും ഇവരുടെ മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരിക്കുക. ഇവരുടെ ലൈഫിൽ ഇവരെ ഇങ്ങനെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ കെയർ ചെയ്തതുപോലെ അങ്ങനെയൊന്നും ആരും സ്നേഹിച്ചിട്ടില്ല. ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവരുടെ ലൈഫിലേക്ക് ആര് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇവരെ ഗൗനിക്കുന്ന ഒരു വ്യക്തികളായിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും ഇവരുടെ എല്ലാ രീതികളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടേതായ രീതികളിലേക്ക് പൊരുത്തപ്പെടാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരുപാട് സ്നേഹം കാര്യങ്ങൾ കെയറിങ് സപ്പോർട്ട് എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു സമയത്ത് ഒരു നിമിഷത്തിൽ ഇവർ തട്ടി എറിഞ്ഞിട്ട് പോയ വ്യക്തികളാണ്. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് ഇവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്, നിങ്ങളോട് ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു പ്രണയം സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത്. ഇവർ പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ കണ്ടീഷൻ ഒക്കെ വെച്ചവരായിരിക്കാം, ബൗണ്ടറീസ് ഒക്കെ വെച്ച വ്യക്തികളായിരിക്കാം. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊക്കെ ചെയ്തവരായിരിക്കാം. പക്ഷെ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമായിരുന്നു. നിങ്ങൾ അല്ലാതെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ രീതികളിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഒരു എടുത്തുചാട്ടം ഒക്കെ ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു പേഷ്യൻസ് കൈവരുത്തുക. ഇവിടെ ഒരു ഹീലിംഗ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പേഷ്യൻസിലേക്കൊക്കെ അവർ എത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ബന്ധത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് കണക്ട് ആവുന്ന ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഇവർ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു രീതി വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒഴുക്കിനനുസരിച്ച് തന്നെ നീന്താം. നിങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരോട് ഒരു പൊറുക്കാൻ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സന്തോഷം നൽകും. പക്ഷെ അത് അവർക്കൊരു ഫിയർ ഉണ്ട്, ഇവിടെ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇവർ പെട്ടെന്നൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ഭയം തന്നെയായിരിക്കാം. കാരണം ഇവിടെ ഡ്രീം വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അവർ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ഇനി പറയാം. ഇവിടെ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ സോറോ എനർജിയാണ്. തീർത്തും ഒറ്റപ്പെടലുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ മാനസികപരമായിട്ട് ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തികളും ഇവരുടെ ചുറ്റിനും ഇല്ല. അവർ നോക്കുമ്പോൾ ഇവർക്ക് ചുറ്റിനും ചിലപ്പോൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവര് ചിന്തിക്കുന്ന രീതിയിൽ ഇവരെ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു രീതികളൊക്കെ പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും ഉൾക്കൊള്ളുന്ന ആരും ഇവരുടെ കൂടെ ഇല്ല. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു മാനസികപരമായിട്ട് ഒരു സന്തോഷം, സപ്പോർട്ട്, ഒരു മെന്റൽ സ്റ്റെബിലിറ്റി എല്ലാം ലഭിക്കുമായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെ അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ടൈമിൽ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൂട്ടിൽ അടച്ചതുപോലെ നിങ്ങളെ ഇടാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം.
ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ഉപദ്രവം മാത്രമല്ല, ഇമോഷൻസ് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ. ഇമോഷൻസിൽ നിങ്ങളെ വീഴ്ത്തുക, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവർ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ട് കളയുന്നുണ്ടോ, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുമില്ല, എന്നാൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ അതുമില്ല. നിങ്ങൾ ആകെ ഇട്ടിങ്ങനെ ഹൃദയം വേദനിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു മുറുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവസാന സമയത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന നോ കോണ്ടാക്ട് ആയി പോയത്. പിന്നീട് നിങ്ങൾ സൈലന്റ് ആയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. ഇനിയും നിങ്ങൾക്ക് വയ്യ എന്നുള്ളൊരു ഫീൽ, എങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. കാരണം നിങ്ങൾക്ക് ഇവരെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജി തന്നെയാണ് ഇവരിലേക്ക് റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ ആ ഒരു യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് വന്ന നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് ഇപ്പോൾ റിഫ്ലക്റ്റ് ആയിട്ട് അവർ നിങ്ങളെ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരണം, നിങ്ങളുടേതായ സന്തോഷങ്ങൾക്ക് വാല്യൂ നൽകണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിരിക്കുന്നു. ഇവിടെ മെച്യൂരിറ്റി ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് അവരുടെ ആ ഒരു ക്യാരക്ടർ, എടുത്തുചാട്ടം എന്നൊക്കെ പറയുന്നത് ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ തന്നെയാണ്. എല്ലാത്തിലും എടുത്തുചാടുക എന്ന് പറയുന്നത്, ആവശ്യമില്ലാത്തതിൽ പോലും. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് വന്നിരിക്കുന്ന ഒരു പേഷ്യൻസിലൂടെ അവർക്ക് ആ ഒരു മെച്യൂരിറ്റി ഒക്കെ കൈവന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത എത്രത്തോളം ആയിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതുവരെ അവർ അത് കാണാതെ നടിച്ചു, അല്ലെങ്കിൽ അത് കണ്ടിട്ടും കാണാത്ത രീതിയിലൊക്കെ പോയവരായിരിക്കാം. എന്നാൽ ഇപ്പോ അതേക്കുറിച്ചൊക്കെ ഓർത്തെടുത്ത് ചിന്തിക്കുന്ന ഒരു എനർജി. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്, നിങ്ങൾ അനുഭവിച്ച പെയിൻ ഒക്കെ ഇവരിപ്പോ ഓർക്കുന്നുണ്ട് ട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നത്. കാരണം അവരായിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്നുള്ളത്. അപ്പൊ മാനസികമായിട്ട് നിങ്ങളോട് അടുപ്പമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇവർ. എന്തൊക്കെ രീതിയിൽ നിങ്ങൾ ഇട്ടിട്ട് പോയവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്കൊരു കണക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ മാത്രമല്ല, ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെയിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇനിയെങ്കിലും ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്. നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് സ്വയമേ തന്നെ ആ ഒരു ഹീലിംഗിന് തയ്യാറാകുന്നു. സ്വയം തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം. ഇവിടെ അവരുടെ ഒരു ഹാർട്ട് ചക്ര ആണെന്നുണ്ടെങ്കിലും ത്രോട്ട് ചക്ര ആണെന്നുണ്ടെങ്കിലും സേക്രൽ ചക്ര ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയായിരിക്കും അത് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതുവരെ അവർ അത് കണ്ടില്ല എന്ന് നടിച്ച് അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പോ എപ്പോഴും തല കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയം കൊണ്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഹൃദയം എന്ന് പറയുന്നതാണ് ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാന ഘടകം. ബുദ്ധി കൊണ്ട് റിലേഷൻഷിപ്പിലോ ലവ് റിലേഷൻഷിപ്പിലോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഹൃദയം ചിന്തിക്കേണ്ട സ്ഥലങ്ങളിൽ ഹൃദയം തന്നെ ചിന്തിക്കണം. അതാണ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റം. അവരിപ്പോ അവരുടെ ഹൃദയം കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തകളെല്ലാം നിങ്ങളിലേക്ക് ഡീപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലൂടെ അതിന് ആക്ഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ചിന്തകൾ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ വീണ്ടും പഴയ രീതിയിലേക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സോഴ്സ്, ആ ഒരു സോഴ്സ് ആണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ തേടിക്കൊണ്ടിരിക്കുന്നതും. പോസിബിലിറ്റീസും വന്നിട്ടുണ്ട്, സോഴ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഇവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ ഇവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് മാറ്റി നോക്കുക. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലൂടെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഏത് സോഴ്സിലൂടെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആലോചിക്കുന്നു. അപ്പൊ വളരെ ഡീപ്പായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിനൊരു കംപ്ലീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രാവലിംഗ് ആണ്, നിങ്ങളിലേക്കുള്ള യാത്രയാണ്. അവരുടെ മനസ്സുകൊണ്ട് അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ. നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ട്രാവലിംഗ് നിങ്ങളിലേക്ക് നടത്താനും നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം. ആ ഒരു സെലിബ്രേഷനിലൂടെ നിങ്ങൾക്ക് അർഹമായ രീതിക്ക് ആ ഒരു സപ്പോർട്ടിങ്, കെയറിങ് എല്ലാം തന്ന് ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കണം. നിലച്ചുപോയ ബന്ധമായിരിക്കാം. നിലച്ചു പോവാന്ന് പറയുമ്പോഴേക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട് പ്രത്യേകിച്ച് ഗ്രോത്ത് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ.
സ്നേഹത്തിന്റെ കാര്യത്തിൽ നിലച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പ് സ്റ്റക്ക് ആവും. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങൾ ആദ്യമേ തന്നെ എഫേർട്ട് എടുക്കണം. നിങ്ങൾക്കിടയിലുള്ള കെട്ടുകൾ, അതിനിപ്പോ എന്ത് കെട്ടുകളാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് റിലീസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തുകയും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവർ മാറ്റിയിരിക്കുന്ന ആ ഒരു പോർഷൻ അവിടെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഇതിനൊരു കംപ്ലീഷൻ കൊണ്ടുവരികയും വേണം. ആ ഒരു കംപ്ലീഷൻ കൊണ്ടുവരുന്നതിലൂടെ ഈ ഒരു ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു അബണ്ടൻസ് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഘടന വരുത്തുക. ഒരു ഘടന വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത്. രണ്ടുപേരും ഒരേപോലെ തന്നെ എഫേർട്ട് ഇട്ട് കഴിയുമ്പോഴാണ് റിലേഷൻഷിപ്പിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ഭാഗത്ത് നിന്ന് മാത്രം എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പും വിജയിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവില്ല. മുന്നോട്ടേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകും. ഒരാൾ മാത്രം എഫേർട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ടേക്ക് പോകും. പക്ഷെ അതിനൊരു ഭംഗി, ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ നിൽക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തവരാണ്. പക്ഷെ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിലാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തിനെ കൂടുതൽ വളർച്ചയിലേക്കും ഒരു സക്സസിലേക്കും കൊണ്ടുപോകും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം ഇവിടെ സത്യമാവാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സന്തോഷം വേണം. ഇവർ ഇതിന് എഫേർട്ട് ഇടാൻ തയ്യാറാണ്. ഇവർ ഇടുന്ന എഫേർട്ടിലെ ആ ഒരു ഭാഗത്ത് നിന്നും, യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഇവർ എഫേർട്ട് ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ഔട്ട്കം ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മൈസർ വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ കുറച്ചൊരു ഹൃദയം കൊണ്ട് എല്ലാം ചിന്തിക്കുന്നവരല്ല, ബുദ്ധിയും കൂടെ കൊണ്ട് ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇവർ ഇടുന്ന എഫേർട്ടിന് ഇവർക്ക് ഒരു ഔട്ട്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഫിയർ. കാരണം ഇവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയത്തില് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ ഇമോഷൻസും നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അറിയാൻ ഭയങ്കരമായിട്ടൊരു വ്യഗ്രത ഈ ഒരു പേഴ്സണിൽ കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രാവലിംഗ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് തന്നെ കുറച്ച് മാറ്റങ്ങൾ വേണം. ഇന്നർ വോയിസ് ആണ് വന്നിരിക്കുന്നത്. ഇവർ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സ് തന്നെയാണ്. ഇവരുടെ മനസ്സ് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ. അല്ലെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളാണെങ്കിലും ഇവരാണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം. ആ ഒരു തോട്ട് ഇവർക്ക് ഉണ്ട്. കാരണം ഇവിടെ ഇവർക്ക് ഒരു മെച്യൂരിറ്റി വന്നിരിക്കുന്നതുകൊണ്ടാണ്, ഇവിടെ ഒരു ടേണിങ്ങും വന്നിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. അവർ ഈ ഒരു സമയത്ത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇവർക്കൊരു മാറ്റം അനിവാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളും ചിലപ്പോൾ ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നിരിക്കാം ആദ്യ സമയത്തൊക്കെ. അതിനേക്കാൾ ഉപരി ഇമോഷൻസിനെ ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റാത്തവര്, ഒരു പാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്കൊക്കെ പെട്ടെന്ന് പോകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചിന്തിക്കാത്തവരാണെങ്കിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് റീഡിങ് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എപ്പോഴും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. എന്നാൽ മനസ്സിൽ ദുഃഖം എപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരോടൊന്നും പറഞ്ഞു നടക്കുന്ന രീതിയൊന്നും അല്ല ഇപ്പോൾ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം മുന്നോട്ടേക്ക് കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾ പ്രാപ്തമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റങ്ങൾ ഉണ്ടാവേണ്ട ഒരു ബന്ധമായിരുന്നു ഇത്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വിട്ട് പിരിഞ്ഞു പോവാത്തത്. വീണ്ടും നിങ്ങൾ കണക്ട് ആവാനായിട്ട് പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന്റെ കണക്ഷൻ ആണ്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ള രീതിക്ക് മാത്രമല്ല. പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി മാത്രമല്ല, ഈ ഒരു ജന്മത്തില് നിങ്ങളുടെ രണ്ടുപേരുടെ സോളിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ ആ ഒരു പർപ്പസും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും കൂടെ ഒന്നിച്ചവരാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു കാര്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ആയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനി നിങ്ങളുടെ പ്രസന്റിനെയോ ഫ്യൂച്ചറിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ടൈമിംഗ് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ
പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇനി ചിലപ്പോൾ ഒരുപക്ഷേ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ടൈം അവർക്ക് ലഭിക്കുകയില്ല. അപ്പൊ ഈ ഒരു സമയം വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ മുൻനിർത്തി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ ഒരേപോലെ മ്യൂച്വൽ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. ഒരു സമയത്ത് അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ അടുത്തതും. രണ്ടുപേരും ചിലപ്പോൾ ഒരേ സിറ്റുവേഷനിൽ നിന്ന സമയത്തായിരിക്കും അടുത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ യാദൃശ്ചികമായിട്ട് നിങ്ങൾ തമ്മിൽ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് തോന്നിയാലും അതൊരു യൂണിവേഴ്സിന്റെ സൈൻ ആയിരുന്നു. നിങ്ങൾക്ക് ഒന്നിച്ചുള്ള ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അവിടെ. പക്ഷെ അതിനകത്ത് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു പേഴ്സന്റെ എനർജി നിങ്ങളിലേക്ക് കണക്ട് ആവുന്ന ഈ ഒരു സമയത്ത് ആ ഒരു കല്ലാണെന്നുണ്ടെങ്കിലും മുള്ളാണെന്നുണ്ടെങ്കിലും എല്ലാം മാറിപ്പോവുകയാണ്. ഇതിനുശേഷം വളരെയധികം ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്താണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെയും ഭയങ്കരമായിട്ട് ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ഒരു ഇമോഷണൽ ഫീലിങ്സ്, ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കിയേക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസിനും കൂടെ എത്രത്തോളം കണക്ഷൻ ഉണ്ട് എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല എനർജീസും സിറ്റുവേഷൻസും എല്ലാം വെച്ച് വേണം കണക്ട് ചെയ്യാനായിട്ട്. 38 കാലിക്കറ്റ്, ജൂൺ എന്നൊരു മന്ത്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, 1968, 37 പുണർദം നക്ഷത്രം, വിർഗോ, ഏരീസ്, ബി എന്നൊരു ലെറ്റർ, ലിബ്ര, കൊല്ലം ഡിസ്ട്രിക്റ്റ്, എം എന്നൊരു ലെറ്റർ, പൂരം, ജൂലൈ മന്ത്, 44 ബി എന്നൊരു ലെറ്റർ, ആയില്യം, ആർ എന്നൊരു ലെറ്റർ. വിത്തിൻ 3 മന്ത്സ് ചിലവരുടെ കേസിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മാസത്തെ സമയമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടി വന്നേക്കാം. ചിലവരുടെ കേസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ. എൻ എന്നൊരു ലെറ്റർ, എഗെയിൻ എൻ എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഡേയ്സ് ആയിട്ടും ഡേറ്റ് ആയിട്ടും എടുക്കാം. 10 ദിവസത്തിനുള്ളിൽ എന്നുള്ളതും എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് ആയിട്ടും എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.